നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി നിർമ്മാണം പൂർത്തിയാക്കിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19.66 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM മനോമോഹൻ ചടങ്ങിന് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാധിക രതീഷ്, TS ഷെറീന, PS സുരേഷ് ബാബു, VR രേഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M ശ്രീലത, സെക്രട്ടറി CP സുരേഷ് കുമാർ, KV മൊയ്തുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ നടക്കേണ്ട എല്ലാ കാര്യവും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇരുന്നോടത്തിരുന്ന് നടത്താം. അത് വീട്ടിലാണെങ്കിൽ വീട്ടിൽ, ഇനി തിരുവനന്തപുരത്ത് ഇരുന്നിട്ടാണെങ്കിലും തിരുവനന്തപുരത്ത് പഞ്ചായത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും, ദുബായിൽ ഇരുന്നിട്ടാണെങ്കിലും കിട്ടും. ഇപ്പോൾ ആ സൗകര്യം വന്നിട്ടുണ്ട്. K-Smart എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഫോണിൽ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണോ അത് ഫോണിൽ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റ്, വിവാഹം രജിസ്റ്റർ ചെയ്യലാണോ ഓൺലൈനായി ചെയ്യാം. പണ്ടത്തതുപോലെ ഭാര്യയും ഭർത്താവും സാക്ഷിയും ഒക്കെ കൂടി പഞ്ചായത്ത് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് ദേശീയ തലത്തിൽ എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തയിൽ കേരളത്തിൽ വിവാഹ രജിസ്ട്രേഷന് വീഡിയോ കോൾ മതി എന്ന്. വാർത്ത വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവ് കപ്പലിലാണ്, ഭാര്യ കേരളത്തിലൊരു നാട്ടിൻപുറത്ത്. കപ്പലിലിരുന്നിട്ട് ഭർത്താവും നാട്ടിൻപുറത്ത് വീട്ടിലിരുന്നിട്ട് ഭാര്യയും കല്യാണം രജിസ്റ്റർ ചെയ്തു. രണ്ടാളും ഒരുമിച്ച് ഉണ്ടാവേണ്ട കാര്യമില്ല, ഒരുമിച്ച് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ ഒരുങ്ങി. ബുധനാഴ്ച മുതൽ മേള ആരംഭിക്കും. 3 ദിവസങ്ങളിലായാണ് ശാസ്ത്രമേള നടത്തുന്നതെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം 3 ദിവസങ്ങളിലായി തിരുവേഗപ്പുറ നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ വെച്ചാണ് നടക്കുന്നത്. ഉപജില്ലയിലെ 80ഓളം വിദ്യാലയങ്ങളുമായി 4000ഓളം പ്രതിഭകളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുക. മേളയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ പട്ടാമ്പി ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രോത്സവം തിരുവപ്പുറ ഗ്രാമപഞ്ചായത്തിലെ നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് 8, 9, 10 തീയതികൾ നാളെ രാവിലെ 9 മണിക്ക് തുറന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം സമാപനങ്ങളിലും ആണ് ഉദ്ദേശിച്ചുള്ളത്. പട്ടാമ്പി സബ് ജില്ലയിലെ 63 പ്രൈമറി സ്കൂളുകളും 10 ഹൈസ്കൂൾ പട്ടാമ്പി 73 വിദ്യാലയങ്ങളിലെ ശാസ്ത്ര വിദ്യാർത്ഥികൾ ശാസ്ത്രോത്സവത്തിന് അതിന് ബന്ധപ്പെട്ട ആ എല്ലാ പ്രവർത്തനങ്ങളാണ് നാളെ നടത്തുന്നത്. കുട്ടികൾക്കുള്ള അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം അതാണ്. നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം നൽകുന്ന സ്കൂളിലാണുള്ളത്. സന്തോഷമുണ്ട്. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മുഹമ്മദ് മോസിൻ MLA മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് അധ്യക്ഷത വഹിക്കും. ആദ്യ ദിനത്തിൽ IT മേളയും ഗണിതശാസ്ത്രമേളയുമാണ് നടക്കുക. 2ാം ദിവസമായ വ്യാഴാഴ്ച പ്രവൃത്തിപരിചയമേള നടക്കും. 120ഓളം ഇനങ്ങളിലായാണ് പ്രവൃത്തിപരിചയമേളയിൽ മത്സരങ്ങൾ നടക്കുക. പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ UP സ്കൂളുകളിൽ ഒന്നാണ്, ഗവൺമെന്റ് UP സ്കൂളുകളിൽ ഒന്നാണ് നമ്മുടെ നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ തിരുവേഗപ്പുറ. അവിടെ വെച്ചാണ് ഈ വർഷത്തെ കേരള സ്കൂൾ ശാസ്ത്രോത്സവം പട്ടാമ്പി ഉപജില്ല നടക്കുന്നത്. 3 ദിവസങ്ങളിലായിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 1ാമത്തെ ദിവസം IT മേളയും അതുപോലെ തന്നെ ഗണിതവുമായി ബന്ധപ്പെട്ട മേളയുമാണ് നടത്തുന്നത്. 2ാമത്തെ ദിവസമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന പ്രവൃത്തി പരിചയ മേള നടത്തുന്നത്. 3ാമത്തെ ദിവസമാണ് നമ്മുടെ സാമൂഹ്യശാസ്ത്ര മേളയും അതുപോലെ തന്നെ സയൻസ് മേളയും നടക്കുന്നത്. 3ാമത്തെ ദിവസമാണ്. ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ കൃത്യം 10 മണിക്ക് നമ്മുടെ പട്ടാമ്പിയുടെ MLA മുഹമ്മദ് മോസിൻ നിർവഹിക്കുന്നതാണ്. പ്രസ്തുത ചടങ്ങിൽ അധ്യക്ഷനായിട്ടുള്ളത് നമ്മുടെ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് അവർകളാണ്. അതുപോലെ തന്നെ നമ്മുടെ പട്ടാമ്പിയുടെ വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ എല്ലാ ആളുകളും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. അതുപോലെ തന്നെ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാര്, നമ്മുടെ PTA, SMC, അതുപോലെ തന്നെ എല്ലാ ആളുകളും അതിൽ ഭാഗഭാക്കാവുന്നതാണ്. ഒരു നാടിന്റെ ഉത്സവമായിട്ട് നമ്മൾ നാളത്തെ ഉദ്ഘാടനം മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സമാപന ദിവസമായ വെള്ളിയാഴ്ച സാമൂഹ്യശാസ്ത്രമേളയും
സയൻസ് മേളയുമാണ് നടക്കുക. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മത്സരാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. 4000-ഓളം കുട്ടികൾ ഈ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. നിർമ്മാണം, അതുപോലെ തന്നെ ശേഖരണം, ഗണിതശാസ്ത്രം, ഇത്തരത്തിലുള്ള എല്ലാ കഴിവുകളും അവരുടെ കായികത്തിന് പുറമെ അവരുടെ മാനസികമായ കഴിവുകളും പ്രദർശിപ്പിക്കുന്ന ഒരു വേദിയാണ് ശാസ്ത്രമേള. അതുകൊണ്ട് എല്ലാവർക്കും ഈ മേളയ്ക്ക് ഉപജില്ലാ ഓഫീസർ എന്ന നിലയിൽ ആശംസകൾ നേരുന്നു. വാർത്താ സമ്മേളനത്തിൽ തിരുവേപ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കാഞ്ചന രാകേഷ്, സ്ഥിരസമിതി അധ്യക്ഷൻ AK മുഹമ്മദ് കുട്ടി, പട്ടാമ്പി AEO KT സുമതി, ഗ്രാമപഞ്ചായത്ത് അംഗം സതീദേവി, സ്കൂൾ പ്രധാനാധ്യാപിക KK ഹഫ്സത്ത്, മറ്റു ഭാരവാഹികളായ MP സുരേഷ്, VM പുരുഷോത്തമൻ, KV ശ്രീജ, MS ബഷീർ തുടങ്ങിയവർ മേളയെക്കുറിച്ച് വിശദീകരിച്ചു. 4000-ഓളം കുട്ടികളുടെ പലവിധത്തിലുള്ള കഴിവുകൾ മത്സരിക്കുന്ന ഒരു വേദിയാണ് ശാസ്ത്രോത്സവങ്ങൾ. 3 ദിവസങ്ങളിലായി ഗണിതം, IT, വർക്ക് എക്സ്പീരിയൻസ്, സാമൂഹ്യശാസ്ത്രം, അടിസ്ഥാന ശാസ്ത്രം എന്നീ മേഖലകളിലായി നടക്കുന്ന ഈ മേളയ്ക്ക് വേണ്ടി ഒരു 80 സ്കൂളുകൾ പങ്കെടുക്കുന്നുണ്ട്. അതിനുവേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നരിപ്പറമ്പ് ലക്ഷ്യം എന്ന നിലയിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. കഴിഞ്ഞ ദിവസം രാത്രി 8:30-യോടെ പടിഞ്ഞാറങ്ങാടി സെന്ററിൽ തൃത്താല റോഡിലായിരുന്നു അപകടം. ആലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും സമീപത്തെ സ്ഥാപനത്തിൽ നിന്നും റോഡിലേക്ക് തിരിഞ്ഞു കയറുകയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രികൻ BP കുണ്ട് സ്വദേശി സുരാജിന് ഗുരുതര പരിക്കേറ്റു. ഇയാളെ ആദ്യം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനും കർഷകനുമായ തൃത്താല മാമ്പുള്ളിഞ്ഞാലിൽ ഹംസ ഹാജി എന്ന AH തൃത്താല നിര്യാതനായി. 79 വയസ്സായിരുന്നു. ദീർഘകാലം നാടിൻ്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു. വാർദ്ധക്യത്തിലും എഴുത്തിൽ സജീവമായിരുന്നു. പ്രമുഖ ആനുകാലികങ്ങളിൽ എഴുതിയ ലേഖനങ്ങൾക്ക് പുറമെ കഥയും കവിതയും നോവലുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാഹിത്യരചനയ്ക്ക് പുറമെ കൃഷിയിലും സജീവമായിരുന്നു. കപ്പൂർ ദാറുൽ ഹുദ സ്കൂളിൻ്റെ സ്ഥാപക വൈസ് പ്രസിഡന്റ്, കുമരനല്ലൂർ ഇസ്ലാഹിയ സ്കൂളിൻ്റെ ആദ്യകാല പ്രവർത്തകൻ, തൃത്തല IES ഇംഗ്ലീഷ് സ്കൂളിൻ്റെ സ്ഥാപകരിൽ ഒരാളുമായിരുന്നു. യൂത്ത് ലീഗിലൂടെ രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ച ഹംസ ഹാജി അബുദാബി KMCC പ്രവാസി സംഘടനയുടെ സ്ഥാപകരിൽ ഒരാളായി മാറി. പ്രവാസി ലീഗിൻ്റെ ജില്ലാ ഭാരവാഹിയുമായിരുന്നു. ആന എന്ന ബാലസാഹിത്യ നോവലിന് 2012 കുഞ്ഞുണ്ണിമാഷ് അവാർഡും 2014 കർമ്മഭൂമി എന്ന ചെറുകഥാ സമാഹാരത്തിന് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അവാർഡും ലഭിച്ചു. റഷീദയാണ് ഭാര്യ. അബ്ദുൽ കലാം, ഹാറൂൺ, ഹബീബ, ഡോക്ടർ ഹുബൈബ് എന്നിവർ മക്കളാണ്. ഖബറടക്കം നടത്തി. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് വീൽ ചെയർ കൈമാറി. യൂത്ത് വിങ്ങിൻ്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വീൽ ചെയർ നൽകിയത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ബുദ്ധിമുട്ടനുഭവപ്പെടുന്ന യാത്രക്കാർക്ക് സഞ്ചരിക്കാനായാണ് ചേംബർ ഓഫ് കൊമേഴ്സ് പട്ടാമ്പിയുടെ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ വീൽ ചെയർ നൽകിയത്. ശേഷം മാസ്റ്റർ EK ബാബു വീൽ ചെയർ ഏറ്റുവാങ്ങി. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP കമാൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് BT അക്ബർ, സെക്രട്ടറി ജംഷി, ട്രഷറർ ഷംസു, ചെയർമാൻ വിനോദ്, കരിമുത്തു, നിസാർ, ഫൈസൽ, ഷിഹാബ്, ശ്രീകുമാർ, പ്രദീപ്, അൻസാർ, ഷിഹാബ് ഫ്രൂട്ട്സ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എന്നും ചാരിറ്റിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സും അതിൻ്റെ യൂത്തിൻ്റെ സംഘടനയായ യൂത്ത് വിങ്, ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിങ്ങും ഒരുപാട് കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. നേത്രതിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് 25 വർഷമായിട്ട് പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിൽ നടക്കുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് യൂത്ത് വിങ് ആണ്. അതേപോലെ തന്നെ MES മെഡിക്കൽ കോളേജ് കഴിഞ്ഞ മാസം മുതൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതും തുടർ ക്യാമ്പാണ്. പിന്നെ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു വീൽ ചെയറിൻ്റെ ഒരു ആവശ്യം ഞങ്ങൾ മുൻകൂട്ടി കാണുകയാണ് ഇവിടെ. അപ്പോൾ നമ്മളത് ഇവിടുത്തെ സാറിനെ ഏൽപ്പിക്കുകയാണ്, ബാബു സാറിനെ. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പട്ടാമ്പിയുടെ ആളുകളുടെ കൂടെ ഉണ്ടാവും. പട്ടാമ്പി CH സൗധത്തിൽ ശിഹാബ് തങ്ങൾ ഹാൾ പ്രവർത്തനം തുടങ്ങി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം ഉദ്ഘാടനം ചെയ്തു.
മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം ആസ്ഥാനമായ പട്ടാമ്പി CH സൗധത്തിൽ സജ്ജീകരിച്ച ശാബ്ദങ്ങൾ ഹാളാണ് തുറന്നുകൊടുത്തത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CM കരീം ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CPMന്റെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ CM കരീം സൂചിപ്പിച്ചു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർഗീയതയുടെ പ്രചാരകരാകരുതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നയമൊക്കെ പോയിരിക്കുന്നു. നമ്മൾ പഠിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇന്ന് രാജ്യത്തുണ്ട്. ഇന്ന് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാർട്ടിയായി ഇന്ന് CPM മാറിയിരിക്കുന്നു. അതിൽ പ്രതിഷേധമുള്ളവർക്ക് പോലും തുറന്നു പറയുവാൻ മടിച്ചുകൊണ്ട് സഹിച്ച് അതിൽ നിലകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോന്നായി എടുത്തു നോക്കിയാലും പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം കൃത്യമായും അവർ അജണ്ട നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ സഹായം തങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള പൂർണ്ണമായ സമീപനത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പഠിക്കാൻ നമുക്ക് കഴിയണം. അവസാന നിമിഷം ഇന്നിപ്പോ അത് തുടങ്ങിക്കഴിഞ്ഞു. 5 വർഷം പിന്നിട്ടു. അടുത്ത വർഷം തെരഞ്ഞെടുപ്പിന്റെ വർഷമാണ്. മാസങ്ങൾക്ക് ശേഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് പല വിധത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് നിർവഹിച്ചുകൊണ്ട് ഇന്നലെ വരെ കഴിഞ്ഞ 4 കൊല്ലവും കണ്ണടച്ചിരിക്കുകയോ ചെയ്യാതിരിക്കുകയോ പലതും ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് പല ഘട്ടങ്ങളിലായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അത് പഠിക്കാൻ നമുക്ക് കഴിയണം. പഠിച്ച് നടപ്പാക്കാൻ നമുക്ക് കഴിയണം. ഞാൻ എത്രമാത്രം സംബന്ധിച്ച് പറയുന്നുള്ളൂ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇവിടെയാണ്. നിയോജകമണ്ഡലം പ്രസിഡന്റ് E. മുസ്തഫ അധ്യക്ഷനായിരുന്നു. സുപ്രതോ കപ്പ് ജേതാക്കളായ ഫാറൂഖ് കോളേജ് ടീം അംഗം കൊപ്പം പുതിയ റോഡിലെ മുഹമ്മദ് സൽമാനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, സംസ്ഥാന സെക്രട്ടറി അംഗം M. A. സമദ്, ജില്ലാ ഭാരവാഹികളായ KT ജബ്ബാർ, PT മുഹമ്മദ്, VM മുഹമ്മദ് അലി, CS സാജിദ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ KP വാപ്പുട്ടി, അബ്ദുൾ റഷീദ് തങ്ങൾ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, മണ്ഡലം ട്രഷറർ KK ഷെരീഫ്, KT കുഞ്ഞുമുഹമ്മദ്, TP ഉസ്മാൻ, KM മുഹമ്മദ് മുസ്തഫ, KM മുഹമ്മദ്, മുസ്തഫ പോക്കുപടി, അലി കുന്നുമേൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാനത്ത് പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന 67 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കായി കണ്ടനകം ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിൽ മൂഡ് കോർട്ട് സംഘടിപ്പിച്ചു. കേരള മോട്ടോർ വാഹന വകുപ്പിലെ ട്രാൻസ്പോർട്ട് അക്കാഡമിയായി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പിലെ പുതിയതായി റിക്രൂട്ട് ചെയ്യപ്പെട്ട അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സിനുള്ള പരിശീലനമാണ് ITTR നടക്കുന്നത്. 10 ആഴ്ചത്തെ പരിശീലനത്തിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടും റോഡ് നിയമങ്ങളെക്കുറിച്ചും റോഡിൽ നടക്കുന്ന മറ്റ് നിയമലംഘനങ്ങളെക്കുറിച്ചും റോഡിലുള്ള മറ്റു തരത്തിലുള്ള തെറ്റായ രീതികളെക്കുറിച്ചും ബ്ലാക്ക് സ്പോട്ട് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുന്നതും അതേപോലെ തന്നെ നിയമലംഘനങ്ങൾ കോടതി മുമ്പാകെ കൊണ്ടുവരുന്നതിനും ഭാഗമായിട്ടുള്ള ഒരു മൂട്ട് കോർട്ടാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. കോടതി നടപടികൾ സംബന്ധിച്ച് IMVI തസ്തികയിൽ പരിശീലനം നേടിയ ഉദ്യോഗസ്ഥർക്ക് അവബോധം നൽകുന്നതിനാണ് പ്രതീകാത്മകമായി കോടതി സജ്ജീകരിച്ച പരിപാടി നടത്തിയത്. റിട്ടയർഡ് ജില്ലാ ജഡ്ജി K. രമേഷ് ബായ്, അഭിഭാഷകൻ KD ബാബു, തൃശൂർ സോൺ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ MP ജെയിംസ്, കൊച്ചി സോൺ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അനൂപ് വർക്കി, മുൻ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഷാജി മാധവൻ, മലപ്പുറം RTO ഷെഫീഖ് തുടങ്ങിയവരെല്ലാം അണിനിരുന്നു. തുടർന്ന് ഓരോ കേസുകളും സംബന്ധിച്ച വാദങ്ങൾ നടന്നു. IDTRൽ 5 ആഴ്ചത്തെ ആദ്യഘട്ട പരിശീലനം നൽകിയ ശേഷം 5 ആഴ്ചത്തെ ഫീൽഡ് പരിശീലനവും പൂർത്തീകരിച്ച് ഇവർ നിരത്തിലിറങ്ങും. IDTRൽ നിലവിലെ ഓഫീസർമാർക്കും ഇത് സംബന്ധിച്ച പരിശീലനത്തിന് അവസരമൊരുക്കും. അതായത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ റിട്ടയർഡ് ജഡ്ജിമാരുണ്ട്, അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, ഇവരൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ ഭംഗിയായിട്ട് ചെയ്ത ട്രെയിനിങ് പൂർത്തീകരിക്കുന്നു. അത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ഏകദിന ശില്പശാല നടത്തി. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ R. രശ്മി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ റിസർച്ച് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ M. R. രശ്മി ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് നമ്മളൊരു മാനുസ്ക്രിപ്റ്റ് നമ്മൾ എഴുതി കൊണ്ടുപോയി കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മെറ്റിക്കുലസ് ആയിട്ട് നോക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ബിബ്ലിയോഗ്രാഫി റെഫറൻസ് സെക്ഷൻ. അതിനകത്തുള്ള എവ്രി കോമ, എവ്രി ഫുൾ സ്റ്റോപ്പ്, എവ്രി സെമിക്കോളൻ, എവ്രിതിങ് മാറ്റേഴ്സ്.
നിറയെ കറക്ഷൻസ് ആയിട്ട് നമുക്ക് ആ മാനുസ്ക്രിപ്റ്റ് അന്ന് തന്നെ തിരിച്ചു കിട്ടും. മാത്രമല്ല ചിലപ്പോൾ സാറിങ്ങനെ ഫ്യൂമിങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ആദ്യത്തെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഒരു ദിവസം എന്നെ റൂമിലേക്ക് വിളിപ്പിച്ചു. രശ്മി, സെന്റ് ജോൺ കനോട്ട് റൈറ്റ് എ പേപ്പർ. സെന്റ് ജോൺ എന്നാണ് ഞാൻ ഓർഡറുടെ പേര് തെറ്റി അടിച്ചു വെച്ചത്. മരിച്ചുപോയ ആൾക്കാരാണല്ലോ സെയിൻ്റായിട്ട് ഉയർത്തപ്പെടും. അപ്പോൾ ഓർഡറുടെ പേരായിട്ട് സെയിന്റ് ജോൺ എന്ന് കൊടുക്കാൻ വേണ്ടി അത് റെഫറൻസ് സെക്ഷനിൽ അതുപോലെ ഒരുപാട് മിസ്റ്റേക്സ് വരും. അതുപോലെ സൈറ്റേഷൻസ്, ബിബ്ലിയോഗ്രാഫി ഇതെല്ലാം ചെയ്യുന്നിടത്താണ് നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നമ്മൾ റിസർച്ച് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ് അതിനെ ഒരു മാനുസ്ക്രിപ്റ്റ് ആയിട്ട് അതിൻ്റെ കറക്റ്റ് ഫോമിലാക്കി മാറ്റുക എന്നുള്ളത്. ഓരോ ജേർണലുകൾക്കും വേറെ വേറെ ഫോർമാറ്റ് ആയിരിക്കും. IQAC കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VT അബ്ദുൽ റഷീദ് വിഷയാവതരണം നടത്തി. കൊമേഴ്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശിവകുമാർ, ഡോക്ടർ റോസിന ബേബി, പ്രൊഫസർ CV പ്രസാദ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ C മണികണ്ഠൻ, KB റോയ്, ഡോക്ടർ ഷാജഹാൻ, KP, M ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സമാപന ചടങ്ങിൽ ഡോക്ടർ P ശ്രീജ, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു മേനോൻ, തൃത്താല ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ P രേഖ, ഒറ്റപ്പാലം NSS കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സംഗീത അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കോളേജിലെ 40ഓളം അധ്യാപകരും ഗവേഷകരും ശില്പശാലയിൽ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.